കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പൻ്റെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നലെ അകാസുരൻ്റെ വധത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. അകാസുര വധത്തിനു ശേഷം കൃഷ്ണൻ ഗോപബാലകന്മാരെയും പശുക്കിടാക്കളെയും കൂട്ടി യമുനാ നദിയുടെ തീരത്ത് പോയി. പശുക്കിടാക്കളെ അവിടെ പുല്ലുമേയാനായി വിട്ട ശേഷം ഗോപന്മാരോട് ഭഗവാൻ പറഞ്ഞു, നമ്മളെല്ലാവരും വിശന്നിരിക്കുകയല്ലേ, നമുക്കിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അങ്ങനെ അവർ ഭക്ഷണപ്പൊതിയെടുത്ത് ഭഗവാനോടൊപ്പം ഭക്ഷണം കഴിക്കാനിരുന്നു. എല്ലാ ഗോപബാലന്മാരുടെയും അമ്മമാർ കണ്ണന് കൊടുക്കാൻ പ്രത്യേകം ഓരോ ഭക്ഷണ സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പങ്കിട്ട് കഴിക്കാൻ വേണ്ടി ഭഗവാൻ നടുക്കിരുന്നു. ഗോപബാലകന്മാർ ചുറ്റും ഇരുന്നു. അവർ ഓരോരോ ഭക്ഷണ സാധനങ്ങളും ആദ്യം ഭഗവാന് കൊടുക്കും, പിന്നീട് ബലരാമന് കൊടുക്കും. അങ്ങനെ പരസ്പരം കൊടുത്തുകൊണ്ട് ആസ്വദിച്ച് അവർ കഴിക്കാൻ തുടങ്ങി. ചിരിച്ചും ചിരിപ്പിച്ചും അവർ ഭക്ഷണം കഴിക്കുകയാണ്. ഈ ഒരു അവിശ്വസനീയമായ കാഴ്ച സ്വർഗത്തിൽ നിന്ന് മറ്റു ദേവന്മാർ കണ്ട് അത്ഭുതപ്പെട്ട് മിഴിച്ചു നിൽക്കുകയാണ്. ഭഗവാന്റെ അത്ഭുതകരമായിട്ടുള്ള അകാസുര വധം കാണുവാൻ വേണ്ടി ആകാശത്ത് വന്നു നിന്ന ബ്രഹ്മാവ് കൃഷ്ണൻ ഇത്ര വീരപരാക്രമിയോ എന്നാൽ ഒന്ന് പരീക്ഷിക്കുക തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പശുക്കിടാക്കളെയും ഗോപന്മാരെയും മറച്ചു കളഞ്ഞു. എന്നിട്ട് ബ്രഹ്മാവ് ബ്രഹ്മലോകത്ത് നിന്ന് സത്യലോകത്തിലേക്ക് പോയി. പെട്ടെന്ന് പശുക്കിടാങ്ങളെയും ഗോപാലകന്മാരെയും കാണാതായപ്പോൾ കൃഷ്ണൻ ഒരു നിമിഷം ആലോചിച്ചു, എന്താണ് സംഭവിച്ചത്. പെട്ടെന്ന് കാര്യം മനസ്സിലാവുകയും ചെയ്തു. ഇത് ബ്രഹ്മാവിൻ്റെ കളിയാണെന്ന് കൃഷ്ണന് പിടികിട്ടി. ഗോക്കളെയും ഗോപാലകന്മാരെയും ഗുഹയിൽ ഒളിപ്പിച്ച ശേഷം സത്യലോകത്തിലെത്തിയ ബ്രഹ്മാവ് അകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. പാറാവുകാർ അദ്ദേഹത്തെ അകത്തേക്ക് കടത്തിവിട്ടില്ല. ബ്രഹ്മാവിന് വല്ലാതെ ദേഷ്യം വന്നു. ബ്രഹ്മാവ് പറഞ്ഞു, നോക്കൂ, ഞാൻ ബ്രഹ്മദേവനാണ്, നിങ്ങൾ എൻ്റെ ഭൃത്യന്മാരാണ്. എന്നോട് നിങ്ങൾ അപമര്യാദ കാട്ടരുത്. എനിക്ക് എൻ്റെ ലോകത്തിൽ പ്രവേശനം നിഷേധിക്കാൻ നിങ്ങൾ ആരാണ്? ബ്രഹ്മാവിൻ്റെ വാക്കുകൾ കേട്ട് ദ്വാരപാലകന്മാർ ചിരിച്ചു. നിങ്ങൾ ബ്രഹ്മാവെന്നോ? ഞങ്ങളെ കബളിപ്പിക്കാൻ നോക്കണ്ട. ബ്രഹ്മദേവൻ്റെ വേഷമണിഞ്ഞ് ഞങ്ങളെ പറ്റിക്കാമെന്ന് കരുതിയല്ലേ? നോക്കൂ, ഞങ്ങളുടെ ബ്രഹ്മദേവൻ നേരത്തെ തന്നെ ഇവിടെയുണ്ട്. പാറാവുകാരുടെ വാക്കുകേട്ട് ബ്രഹ്മാവ് വിസ്മയിച്ചു പോയി. എന്ത്, നേരത്തെ തന്നെ ഇവിടെ ഉണ്ടെന്നോ? അങ്ങനെ വരാൻ വയ്യ, ഞാനാണ് ബ്രഹ്മദേവൻ. പാറാവുകാർ വീണ്ടും കളിയാക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ദാ ഈ വാതിലിലൂടെ അകത്ത് കടന്ന് അതാ ആ കാണുന്ന മന്ദിരത്തിലെ സിംഹാസനത്തിലേക്ക് നോക്കൂ, നിങ്ങൾക്ക് സാക്ഷാൽ ബ്രഹ്മദേവനെ കാണാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പാറാവുകാർ യഥാർത്ഥ ബ്രഹ്മാവിനെ കാണാൻ ഒന്ന് അനുവദിച്ചു. ബ്രഹ്മാവ് പാറാവുകാർ പറഞ്ഞതുപോലെ തന്നെ മന്ദിരത്തിലേക്ക് ഒന്ന് എത്തി നോക്കി. അദ്ദേഹത്തിന് വിശ്വസിക്കാനായില്ല. തൻ്റെ സിംഹാസനത്തിൽ തന്നെപ്പോലെ ഒരാൾ സർവ്വവിധ പ്രൗഢിയോടെയും ഇരിക്കുന്നു. ഋഷിമാർ അയാളെ വേണ്ടും വണ്ണം ഉപചരിക്കുന്നു. ദേവന്മാരും ദേവതകളും അയാൾക്ക് ചുറ്റും ഉപവിഷ്ടരായിട്ടുണ്ട്. സരസ്വതി ദേവിയുടെ വീണയിൽ നിന്ന് ഉയരുന്ന നാദവീചികൾ അന്തരീക്ഷത്തെ സംഗീത സാന്ദ്രമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെന്ത് അത്ഭുതം! ബ്രഹ്മാവിന് എല്ലാം അവിശ്വസനീയമായി തോന്നി. അതിനിടെ പാറാവുകാർ ബ്രഹ്മാവിനെ പിടിച്ച് പുറത്താക്കുകയും ചെയ്തു. അനുഭവിക്കേണ്ടി വന്ന നാണക്കേടോർത്ത് ബ്രഹ്മാവ് വല്ലാതെ ദുഃഖിച്ചു. അതിലേറെ കലി കയറി. ബ്രഹ്മാവ് അവിടം വിട്ട് വൃന്ദാവനത്തിലെത്തി. താൻ ഒളിപ്പിച്ച ഗോക്കളും ഗോപാലകന്മാരും എന്തു ചെയ്യുന്നുവെന്നറിയാനാണ് ബ്രഹ്മാവ് അവിടെ എത്തിയത്. എല്ലാം ഭദ്രം തന്നെ. ഗോക്കളും ഗോപാലകന്മാരും ഗുഹയിൽ തന്നെയുണ്ട്. പഴയതുമാതിരി അവർ ഇപ്പോഴും ഉറക്കത്തിലാണ്. ബ്രഹ്മാവ് വീണ്ടും അവിടമാകെ ചുറ്റിക്കറങ്ങി. അപ്പോൾ തികച്ചും യാദൃശ്ചികമായാണ് ഗോക്കളെ മേയ്ക്കുന്ന കൃഷ്ണനെയും ഗോപാലകന്മാരെയും ബ്രഹ്മാവ് കണ്ടത്. എന്ത്, ഗുഹയ്ക്കുള്ളിൽ ഉറങ്ങുന്ന ഗോക്കളെയും ഗോപാലകന്മാരെയും ഇപ്പോഴല്ലേ കണ്ടത്? എന്നിട്ട് അവർ ഇവിടെ ഇങ്ങനെ ഈ കൃഷ്ണനോടൊപ്പം? ബ്രഹ്മാവിന് ഒന്നും വിശ്വസിക്കാനായില്ല. ബ്രഹ്മാവ് വീണ്ടും ഗുഹയിലെത്തി. എന്താണ് അതിശയമാണിത്! ഗുഹയിൽ ഗോക്കളും ഗോപാലകന്മാരും ആദ്യത്തെ പോലെ തന്നെ നല്ല ഉറക്കത്തിലാണ്. എന്താണിത്? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ബ്രഹ്മാവിൻ്റെ പരിഭ്രാന്തിയും വിഷമവും കണ്ടിട്ട് കൃഷ്ണന് ദയ തോന്നി. ബ്രഹ്മാവ് നോക്കി നിൽക്കെ ഗുഹയിൽ ഉറങ്ങിയിരുന്ന പശുക്കിടാങ്ങളുടെയും ഗോപാലകന്മാരുടെയും നിറം കാർവർണ്ണമായി. ഗോപാലകന്മാർ ഓരോരുത്തർക്കും 4 കൈകൾ വീതമുണ്ടായി. എന്നിട്ട് ഓരോ കൈകളിലായി ശംഖ്, ചക്രം, ഗദ, താമര എന്നിവ തെളിഞ്ഞു വന്നു. അവരുടെ കൈകളിലുണ്ടായിരുന്ന കാലിക്കോല് ഓടക്കുഴലായി മാറി. തലക്കെട്ടുകളിൽ മയിൽപ്പീലികൾ. ഇതെല്ലാം കണ്ട് ബ്രഹ്മാവ് വിസ്മയസ്തബ്ധനായി. തൻ്റെ മുന്നിൽ പ്രത്യക്ഷമായ അനേകം നാരായണന്മാരെ നോക്കി എല്ലാം മറന്ന് ബ്രഹ്മാവ് നിലകൊണ്ടു. ഞൊടിയിടയ്ക്കുള്ളിൽ നാരായണ രൂപങ്ങളെല്ലാം മറഞ്ഞു. ബ്രഹ്മാവ് ഞെട്ടി ഉണർന്ന പോലെ നാലുപാടും നോക്കി. അതാ കൃഷ്ണനും ഗോക്കളും നടന്നു നീങ്ങുന്നു. ഒന്നും അറിയാത്തതുപോലെ ഓടക്കുഴലൂതി ഗോക്കളെയും മേയിച്ചുകൊണ്ട്. ബ്രഹ്മാവിന് തൻ്റെ കുസൃതിയെക്കുറിച്ചും ഭഗവാനോട് കാട്ടിയ ധിക്കാരത്തെക്കുറിച്ചും ബോധ്യമായി. ബ്രഹ്മാവ് കൃഷ്ണൻ്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. കൃഷ്ണൻ യാതൊരു പരിഭവവും കാട്ടാതെ ബ്രഹ്മാവിനെ അനുഗ്രഹിച്ചയച്ചു.
അദ്ദേഹം സത്യലോകത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. അങ്ങനെ തന്നെ പരീക്ഷിച്ച ബ്രഹ്മാവിനും ആ കരുണാമയനായ പരമാത്മാവ് മാപ്പ് നൽകി പറഞ്ഞയച്ചു. കൃഷ്ണന് പ്രായം കൂടി വരികയാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് കൃഷ്ണൻ്റെ കുസൃതിയും കൂടിക്കൂടി വന്നു. കളിക്കൂട്ടുകാരായി തന്നേക്കാൾ പ്രായമുള്ളവരെയും കൃഷ്ണന് കിട്ടിത്തുടങ്ങി. അങ്ങനെ ഒരു നാൾ പുതുതായി കിട്ടിയ കൂട്ടുകാരോടും ജ്യേഷ്ഠൻ ബലരാമനോടും ഒപ്പം ഗോക്കളെയും ആട്ടിത്തെളിച്ച് കൃഷ്ണൻ യാത്രയായി. വളരെ കാലമായി എല്ലാവരും ആഗ്രഹിച്ചിരുന്നതാണ് മേധുക വനത്തിലേക്ക് പോകണമെന്ന്. മേധുകൻ എന്നു പേരുള്ള കഴുതയുടെ വംശത്തിൽ ജനിച്ച അതിശക്തമാനായ ഒരു അസുരൻ ആ വനത്തിൽ താമസിച്ചിരുന്നു. അതുകൊണ്ടാണ് അതിന് ആ പേര് ലഭിച്ചത്. കൃഷ്ണനും കൂട്ടരും ധേനുക വനത്തിലെത്തി. വളരെ മനോഹരമായ വനപ്രദേശം. വൻമരങ്ങളും അരുവികളും നിറഞ്ഞ ശാന്തസുന്ദരമായ പ്രദേശം. ഒപ്പം അങ്ങിങ്ങായി പനത്തോട്ടങ്ങളും. ആ പനകളിലാകട്ടെ മൂത്തുപഴുത്ത പനങ്കുലകൾ ഞാന്നു കിടക്കുന്നു. കാറ്റടിക്കുമ്പോൾ അവയുടെ കൊതിയൂറുന്ന മണവും. കൃഷ്ണനും കൂട്ടരും കാനന ഭംഗി ആവോളം ആസ്വദിച്ചു. പശുക്കളെ മേയാൻ വിട്ടു. എന്നിട്ട് ധേനുകൻ്റെ കരിമ്പനത്തോട്ടത്തിലേക്ക് കയറി. ഗോപാലന്മാർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. ബലരാമൻ ആ പനയെ ശക്തമായി പിടിച്ചു കുലുക്കി. അതാ തെരുതരെ പഴങ്ങൾ നിലത്തു വീണു. ഗോപാലകന്മാർ പഴങ്ങൾ പെറുക്കിയെടുക്കാൻ മത്സരിച്ചു. ബലരാമൻ അടുത്ത പനയുടെ ചോട്ടിലെത്തി. അതിനെയും ശക്തമായി പിടിച്ചുലച്ചു. എല്ലാവർക്കും എന്തെന്നില്ലാത്ത ഉത്സാഹവും സന്തോഷവും. ഗോപകന്മാർ എല്ലാം മറന്ന് രസിച്ചു. പനമ്പഴത്തിൻ്റെ നീര് കടിച്ചൂറ്റിയും അന്യോന്യം ബഹളം വെച്ചും അവർ വേണ്ടുവോളം ആഹ്ലാദിച്ചു. അപ്പോഴേക്കും അതാ ഒരു ഭീകരമായ ശബ്ദം. ആരെടാ ധേനുകൻ്റെ തോട്ടത്തിൽ? ഗോപാലകന്മാരുടെ സന്തോഷവും ബഹളവുമെല്ലാം ഞൊടിയുടെ കൊണ്ട് നിലച്ചു. അവർ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അതാ കഴുതയുടെ രൂപത്തിൽ ഒരു മഹാസത്വം കുതിച്ചു വരുന്നു. ഗോപാലകന്മാർ പേടിച്ചോടി. അതിനിടെ കഴുതയുടെ രൂപം പൂണ്ട ധേനുകൻ ബലരാമൻ്റെ അടുക്കലെത്തിക്കഴിഞ്ഞു. ധേനുകൻ ബലരാമൻ്റെ നേർക്ക് ഒറ്റ കുതിപ്പ്. ബലരാമൻ കരുതലോടെ നോക്കി നിൽക്കുകയായിരുന്നു. ധേനുകൻ ഉയർന്നു ചാടിയതും ബലരാമൻ അതിനേക്കാൾ ഉയരത്തിൽ ചാടി ധേനുകനെ കീഴ്പ്പെടുത്തി. എന്നിട്ട് ധേനുകൻ്റെ പിൻകാലുകൾ പിടിച്ച് നിലത്ത് ഒറ്റയടി. പർവ്വതാകാരം പൂണ്ട ധേനുകൻ ചത്തുമലർന്നു. ബലരാമൻ ധേനുകനെ കൊന്നത് കൃഷ്ണൻ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞ് ധേനുകൻ മരിച്ചെന്ന് ഉറപ്പായപ്പോൾ ഗോപാലകന്മാർ ഓരോരുത്തരായി ഭയപ്പോടെയാണെങ്കിലും അടുത്തുകൂടി. ചത്തുമലർന്ന് മല പോലെ കിടക്കുന്ന ധേനുകൻ്റെ അടുക്കൽ കൃഷ്ണനും ബലരാമനും ഒന്നും സംഭവിക്കാതെ പോലെ നിലകൊണ്ടു. ഇത് കണ്ട് ഗോപാലകന്മാർ നാരായണനെ സ്തുതിച്ചു. ഏറെ കഴിഞ്ഞില്ല, തെല്ലകലിൽ നിന്ന് ഒരു ബഹളം കേട്ട് വീണ്ടും അതാ എന്തോ കുഴപ്പമുണ്ട്. ഗോപാലകന്മാർ വല്ലാതെ പേടിച്ചു. അവർ പരിഭ്രമത്തോടെ കൃഷ്ണനെയും ബലരാമനെയും നോക്കി. ദൂരെ നിന്ന് ഒരു വലിയ കഴുതക്കൂട്ടം ആക്രോശിച്ച് ഓടിയടുത്തു വരുന്നു. കൃഷ്ണനും ബലരാമനും ഗോപാലകന്മാരെ തങ്ങളുടെ പിന്നിലാക്കിയിട്ട് മുന്നിൽ നിന്നു. ധേനുകനെ കൊന്നതിന് പകരം ചോദിക്കാനെത്തിയ ബന്ധുജനങ്ങളായിരുന്നു ആ കഴുതക്കൂട്ടം. അവർ ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും നേർക്ക് പാഞ്ഞടുത്തു. അവരാകട്ടെ യാതൊരു ക്ലേശവും കൂടാതെ തങ്ങളുടെ നേർക്കടുത്ത കഴുതകളെ കാലുകളിൽ പിടിച്ച് നിലത്തടിച്ചു കൊന്നു. അങ്ങനെ ധേനുക വനം ധേനുകാസുരന്മാരിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രമായി. വൈകുന്നേരമായത് അവർ അറിഞ്ഞില്ല. മേഞ്ഞു നടന്നിരുന്ന പശുക്കളെയും തെളിച്ച് അവർ വൃന്ദാവനത്തിലേക്ക് യാത്രയായി. വൃന്ദാവനത്തിലാകട്ടെ കുട്ടികളെ കാണാഞ്ഞ് അമ്മമാർ വിഷമിച്ച് വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുകയായിരുന്നു. ക്രമേണ ബലരാമനും കൃഷ്ണനും ഗോപാലകന്മാരും പാടുന്ന ഗോകുലഗീതികൾ കേൾക്കായി. അപ്പോഴാണ് അവർക്ക് ആശ്വാസമായത്. എങ്കിലും കൃഷ്ണനോടൊപ്പം പോയാൽ ആപത്തൊന്നും ഉണ്ടാവില്ലെന്ന് അമ്മമാർക്ക് ഉറപ്പുണ്ടായിരുന്നു. നമ്മുടെ കരുണാമയനായ ഉണ്ണിക്കണ്ണൻ ഓരോരുത്തർക്കും മോക്ഷം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാളിയ മർദ്ദനവുമായി നാളെ കാണാം.